അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ സംവിധായകൻ ശ്രീ GS വിജയൻ. ആദ്യ പ്രണയം നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ പ്രൊഡ്യൂസറെയും മറക്കാൻ പറ്റില്ല. എൻ്റേത് പരിചയപ്പെടുന്നത് മദ്രാസിൽ വെച്ചാണ്. ഇപ്പോൾ സുരേഷ് കുമാർ, സനൽകുമാർ എന്ന് പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കമലിനെ അറിയാമായിരിക്കും, ഏത് ജ്ഞാനം നോക്കിയാലും ഇവരുടെ ഫോട്ടോ ഇല്ലാതൊരു ജ്ഞാനം അന്ന് അവർ റെഡിയാണെന്ന് ഇറക്കാറില്ല. അത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവാർഡ് കിട്ടിയൊന്നോ അല്ലെങ്കിൽ അനുമോദിച്ചൊന്നും അല്ല. അമൃത ഹോട്ടലിൻ്റെ കണ്ണാടി തല്ലി പൊളിച്ചു, ഇങ്ങനെയുള്ള വാർത്തകൾ, വീരസാഹസികമായ കാര്യങ്ങൾ. അവരെ അടിച്ചു, ഇവരെ അടിച്ചു, തല്ലി. അപ്പോൾ എനിക്ക് ഇവനൊക്കെ ആരുടെ സുരേഷ് കുമാർ സാർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ജീവനോടെ രണ്ടുപേരെയും കാണാൻ സാധിച്ചത് വില്യം സാറിൻ്റെ വാഹിനി സ്റ്റുഡിയോയിൽ 12ാമത്തെ ഫ്ലോറുണ്ട്, അങ്ങ് അറ്റൊരു ഫ്ലോറില്ലേ, അതിൽ അവിടെ വെച്ച് അങ്ങ് പരിചയപ്പെടുന്നു സുസ്മേരവതനായ സുരേഷ് കുമാർ. അപ്പോൾ എനിക്ക് നേരത്തെ ഇവരോട് തോന്നിയ ഒരു ഇതൊക്കെ അത് മാറി. സനൽകുമാർ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഭയങ്കര മസിലൊക്കെ ആയിട്ട് താടിയൊക്കെ ഇങ്ങനെ തടവി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. ഇതേ ഭയങ്കര പ്ലീസിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ചിരിയിലാണ് ഞാൻ വശംവദനാകുകയും പുള്ളിയോട് എൻ്റെ പ്രണയാഭ്യർത്ഥന നടത്തിയാൽ പുള്ളി അത് സ്വീകരിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോട് ഞാൻ പുള്ളിയോട് പറയുകയാണ്. ഞാൻ അതുപോലെ വേറെ ആരോടും പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടി അപ്പം തന്നെ ചോദിച്ചു, എൻ്റെ പ്രണയാഭ്യർത്ഥന അറിയിച്ചു, അപ്പം തന്നെ പറഞ്ഞു ഞാനിത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പറയുമ്പോൾ സുരേഷ് എന്നോട് പറഞ്ഞു. അങ്ങനെയായിരുന്നു ചരിത്രത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടിയത്. പക്ഷേ അത് ഭയങ്കര ദുർഘടം പിടിച്ച പരിപാടിയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി ഇത് വായിക്കാനായിട്ട് ചെന്നു. അപ്പം പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ല. അത് പുതിയ ഡയറക്ടർ, പുതിയ എഴുത്തുകാരൻ, പിന്നെ നമ്മളല്ലേ, കാശും കിട്ടില്ല, കാശ് അങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ അവിടെ ചെന്ന് ഇത് വായിക്കാൻ തുടങ്ങി. വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കായിരുന്നു. ഞാൻ നോക്കാം, വായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല 2-3 പ്രാവശ്യം ആയപ്പോഴും ബാലേന്ദ്രൻ പിന്നെ മടക്കി. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാനങ്ങ് പൊട്ടിത്തരും. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഡേറ്റും വേണ്ട, ലുക്കും വേണ്ട. ഞാനങ്ങ് കരഞ്ഞ്. അപ്പം ഭാവിയുണ്ട്, പുറത്തിറങ്ങിയപ്പോഴുണ്ട്, എല്ലാവരും ഉണ്ടോ വീട്ടിനകത്ത്. ഞാൻ ഇറങ്ങി അങ്ങ് പോയി. ഞാൻ ഇറങ്ങിപ്പോയി. നമുക്ക് ഞാൻ നോക്കുമ്പോ ഈ മറ്റേ ഈ കൊലിസിന്റെ സൗണ്ട് ബാബി പുറകെ ഓടി വരുന്നു. സുരേഷ് എന്ന് നിൽക്കുന്നത്. ഞാൻ നിന്നില്ല. ഞാൻ എൻ്റെ ഓടി വന്ന് കൈ പിടിച്ചിട്ട് പോര് ബാബി ഞാൻ പോകുന്നു. അപ്പം ഞാൻ കരയുക. അപ്പം പോരെ ഞാൻ തരേണ്ട ഡേറ്റ്, ഞാൻ വാങ്ങിച്ചു തരേണ്ട ഡേറ്റ് എന്നിട്ട് തിരിച്ചു വിളിച്ചോ അവിടെ. അപ്പം മമ്മൂക്ക നമ്മളൊന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂക്ക ആകെ പെട്ടെന്ന് ഡെസ്പാണ്. അതിന് മമ്മൂക്ക ഞാനിപ്പോഴും അണ്ണാന്നാണ് വിളിക്കുന്നത്. മമ്മൂക്കാന്ന് ഞാൻ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്. അപ്പം ഡെസ്പായി. പിന്നെ അങ്ങനെയാണ് ഈ വിജയൻ്റെ ഡേറ്റ് ഓക്കെ വന്നു. ആ കരച്ചിലോടുകൂടി ഓക്കെ വന്നു. അങ്ങനെ സുരേഷ് ഒരുപാട് സംവിധായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയ്ക്ക്. ഗിരീഷ്, GS വിജയൻ അല്ലേ, ഏറ്റവും അവസാനം സാർ പ്രിയൻ. അത് പറയണമല്ലോ, അത് പറയാൻ ആദ്യത്തെ പേര്. അതെ. അപ്പോൾ ഏതായാലും വിജയൻ ഇനി എന്താണ് അടുത്ത ചരിത്രം എഴുതാനായിട്ടുള്ള വിജയന് 25 കൊല്ലം കഴിഞ്ഞ് മമ്മൂക്ക വെച്ച് പണം ചെയ്യണം സെപ്റ്റംബറിൽ. ഇതൊക്കെ വിളിച്ച് പറയാതെ എനിക്ക് ഒരുപാട് പ്രായമാകുന്ന ആൾക്കാർ വിചാരിക്കില്ല. ഇപ്പോഴും ഡൈയൊക്കെ ചെയ്ത് നടക്കുന്നത് കൊച്ചു പയ്യനായിട്ട് നടക്കുന്നത്. അതെ. അപ്പം ഏതായാലും പുതിയ പടത്തിന് മമ്മൂക്കയുടെയായിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പടം ചെയ്യുന്നു. വലിയൊരു സിനിമയായിട്ട് അത് വരുന്നു എന്നുള്ള രീതിയിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇതിനൊക്കെ ആശംസ നേരേണ്ട സുരേഷിന് വേണ്ടിയാണ്. അന്ന് ചിലപ്പോൾ ആ സിനിമ ചെയ്യാൻ സുരേഷ് തയ്യാറായില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും മദ്രാസിലേക്ക് പോയേനെ. ചിലപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി ഇങ്ങനെയൊന്നും ആണോ നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പടം ചെയ്തു, കവർ സ്റ്റോറി. അത് ശരി. അതിലാണ് ഉണ്ണികൃഷ്ണൻ സിനിമയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ അതിൽ അങ്ങനെ കുറേ കഥകളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇനിയും കിടക്കണം, സമാഗമം തുടരണമല്ലോ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും.